നമസ്കാരം. കേരള പോലീസിലെ സർവ്വപ്രതാപിയും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സേനയെ നയിച്ചിരുന്ന സൂപ്പർ ഡിജിപിയുമായ എഡിജിപി എം.ആർ. അജിത് കുമാറിന് ഒടുവിൽ സർവീസിൽ നിന്ന് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണല്ലോ. ആലപ്പുഴയിലെ വിവാദപരമായ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് സേനയിലെ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥനെതിരെ സർക്കാർ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ മാസം 31-ന് ഡിജിപി സ്ഥാനക്കയറ്റം കാത്തിരിക്കവെയാണ് അജിത് കുമാറിന് ഈ വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഈ കേസിൽ സസ്പെൻഷനിലായിരിക്കുന്ന 6ാമത്തെ ഉദ്യോഗസ്ഥനാണ് എം.ആർ. അജിത് കുമാർ. അജിത് കുമാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണത്തിൽ ബോധപൂർവം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരായ കെ.പി. തോംസൺ, കെ.എസ്. അരുൺ, സുനിൽ രാജേഷ്, കേസ് ഡയറി തിരുത്താൻ അടക്കം ഇടപെട്ട അജിത് കുമാറിന്റെ ഓഫീസിലെ എസ്ഐമാരായിരുന്ന ഗിരീഷ്, ശ്രീകാന്ത് എന്നിവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്കും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടും നടപടി ശുപാർശയും അടങ്ങുന്ന ഫയൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി വി.ഡി. സതീശന് കൈമാറുകയായിരുന്നു. 2023-ൽ നവകേരള സദസ്സിന്റെ യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചതിന് കെ.എസ്.യു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം തല്ലിച്ചതച്ച സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ എഡിജിപിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടെന്നാണ് യു.ഡി.എഫ് സർക്കാർ നിയോഗിച്ച എസ്.ഐ.ടിയുടെ കണ്ടെത്തൽ. അഗ്നിരക്ഷാ സേനാ മേധാവി നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കുമ്പോൾ സേനയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എം.ആർ. അജിത് കുമാറിന് ഡിജിപി റാങ്ക് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ നിലവിൽ സസ്പെൻഷൻ നടപടി വന്നതോടെ അജിത് കുമാറിന് ഈ സ്ഥാനക്കയറ്റം ലഭിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇതോടെ സീനിയോറിറ്റിയിൽ തൊട്ടടുത്തുള്ള രണ്ടാമതുള്ള ജയിൽ മേധാവി എസ്. ശ്രീജിത്തിന് ഡിജിപി സ്ഥാനക്കയറ്റം ലഭിക്കാൻ വഴി തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിൽ സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എക്കാലത്തും വിവാദങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തം പോലെയായിരുന്നു എഡിജിപി അജിത് കുമാറിന്റെ സർവീസ് ബുക്ക്. സോളാർ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ എന്നിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി നിരവധി വിവാദങ്ങളിൽ അജിത് കുമാർ നിറഞ്ഞു നിന്നു. ഉന്നത രാഷ്ട്രീയ സ്വാധീനത്താൽ തടികേടാകാതെ എപ്പോഴും രക്ഷപ്പെട്ടിരുന്ന അജിത് കുമാറിന് ഒടുവിൽ നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തന കേസിലാണ് കാലിടറി വീഴേണ്ടി വന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ. അന്നത്തെ കാലത്ത് യഥാർത്ഥ ഡിജിപിയേക്കാൾ മുകളിൽ സൂപ്പർ ഡിജിപിയായി അജിത് കുമാർ സേനയെ ഭരിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായിരുന്നു. സേനയ്ക്കുള്ളിലെ എതിരാളികളെ അച്ചടക്ക നടപടികളുടെ പേരിൽ അടിച്ചൊതുക്കിയതോടെ പോലീസിനുള്ളിൽ തന്നെ അജിത് കുമാറിനെതിരെ എതിർപ്പ് ശക്തമായിരുന്നു. ഉന്നതർക്കും അധികാര കേന്ദ്രങ്ങൾക്കുമായി നടത്തിയ വഴിവിട്ട ഇടപെടലുകളുടെ പേരിലാണ് അജിത് കുമാർ എന്നും വിവാദ നായകനായത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കമ്പനിക്കെതിരായ പരാതികൾ ഒത്തുതീർപ്പാക്കാൻ അന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അജിത് കുമാർ ഇടപെട്ടുവെന്ന് പരാതിക്കാരി CBIക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് തനിക്കെതിരായ മൊഴി തിരുത്താൻ അജിത് കുമാർ നിർബന്ധിച്ചുവെന്ന് ഇവർ വെളിപ്പെടുത്തുകയും ചെയ്തു. 2022-ലാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ വിവാദ വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്വപ്ന സുരേഷിനെ തളയ്ക്കാൻ അന്നത്തെ വിജിലൻസ് മേധാവിയായിരുന്ന അജിത് കുമാർ നേരിട്ട് രംഗത്തിറങ്ങുന്നത്. അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ വിജിലൻസ് സംഘം സ്വപ്നയുടെ സുഹൃത്ത് PS സരിത്തിനെ തട്ടിക്കൊണ്ടുപോവുകയും മൊബൈൽ ഫോൺ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തത് വലിയ വിവാദമായി തിരിച്ചടിച്ചു. പിന്നീട് മുഖം രക്ഷിക്കാൻ നടപടിയുടെ ഭാഗമായി സർക്കാരിനെന്ന് അജിത്തിനെ വിജിലൻസ് തലപ്പത്തു നിന്ന് നീക്കേണ്ടതായി വന്നു. എന്നാൽ 4 മാസം തികയും മുൻപ് ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയായി അജിത് കുമാർ ശക്തമായി തിരിച്ചെത്തി. 2024-ൽ അന്നത്തെ MLA PV അൻവർ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെ അജിത് കുമാറിന്റെയും അദ്ദേഹത്തെ സംരക്ഷിച്ച LDF സർക്കാരിന്റെ പ്രതിരോധങ്ങൾ ഒന്നൊന്നായി പിഴച്ചു. തൃശൂർ പൂരം കലക്കലിന് പിന്നിൽ ആരോപണങ്ങൾ ശക്തമായി. അന്വേഷണ റിപ്പോർട്ടിലും അജിത് കുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ടായിരുന്നു. CPIയുടെ കടുത്ത എതിർപ്പിനിടയിലും സർക്കാർ അന്ന് അജിത്തിനെ സംരക്ഷിക്കുകയായിരുന്നു. PV അൻവർ MLA അജിത് കുമാറിനെതിരെ തൊടുത്തുവിട്ട ആരോപണങ്ങൾ ചെറുതായിരുന്നില്ല. അനധികൃത സ്വത്ത് സമ്പാദനം, ആഡംബര വീട് നിർമ്മാണം, സ്വർണ്ണത്തട്ടിപ്പ് തുടങ്ങിയ നിരവധിയായ കാര്യങ്ങൾ അന്വേഷണങ്ങളായി മാറിയെങ്കിലും ആ ഘട്ടങ്ങളിൽ അജിത് കുമാറിന് വിജിലൻസും അന്വേഷണ ഏജൻസികളും ക്ലീൻ ചീറ്റ് നൽകി രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ 2023 മെയ്യിൽ RSS ജനറൽ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച പുറത്തു വന്നതോടെയാണ് ഈ ഒരു സൂപ്പർ ഡിജിപിയുടെ വീഴ്ചയുടെ തുടക്കമാവുന്നത്. ആദ്യം PV അൻവറും പിന്നീട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് V.D. സതീശനും ഇത് ഏറ്റുപിടിച്ചു. പ്രതിപക്ഷത്തിനൊപ്പം LDFിലെ ഘടകകക്ഷികളിൽ നിന്നും സമ്മർദ്ദം ശക്തമായതോടെ 2024 ഒക്ടോബറിൽ പിണറായി സർക്കാർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കാൻ നിർബന്ധിതരായി. പിന്നീട് ഇതുവരെ പോലീസിലെ സുപ്രധാന ചുമതലകളിലേക്ക് തിരിച്ചെത്താൻ അജിത് കുമാറിന് സാധിച്ചിരുന്നില്ല. നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തന കേസിൽ എഡിജിപി എം.ആർ. അജിത് കുമാർ വഴിവിട്ട സ്വാധീനം ചെലുത്തിയെന്ന് SITയുടെ അന്വേഷണത്തിൽ വ്യക്തമാണെന്ന് ആഭ്യന്തരമന്ത്രിയുടെ കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് മേൽ അജിത് കുമാർ കടുത്ത സമ്മർദ്ദം ചെലുത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചതിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത് അജിത് കുമാർ ചോദ്യം ചെയ്യുകയും അട്ടിമറിക്കാൻ നോക്കുകയും ചെയ്തു. അജിത് കുമാറിന്റെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാരുടെ ഇടപെടൽ നിസ്സാരമായും കാണാനാകില്ല.
അന്വേഷണ ഉദ്യോഗസ്ഥരായ 3 പേർ ADGPയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം ചുമതലകൾ അവഗണിച്ചു. അജിത് കുമാറിന്റെ ഇടപെടലിൽ കൂടുതൽ തെളിവുകൾ നിരത്തി വ്യക്തത വരുത്തി സർക്കാരിന് ഉചിതമായ നടപടിയെടുക്കാമെന്ന DGPയുടെ നിർണായക ശുപാർശ സഹിതം ബുധനാഴ്ച വൈകുന്നേരമാണ് റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിയുടെ മുന്നിലെത്തിയത്. അന്ന് രാത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും ഫോണിൽ സംസാരിച്ചു. ഗുരുതരമായ കുറ്റമാണ് അജിത് കുമാർ ചെയ്തതെന്നും കടുത്ത നടപടി തന്നെ വേണമെന്നും ഇരുവരും വിലയിരുത്തി. പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ട നിഷ്പക്ഷത അജിത് കുമാർ പാലിച്ചില്ലെന്നും പിണറായി വിജയന്റെ സംഘത്തെ രക്ഷിക്കാൻ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് അദ്ദേഹം കാണിച്ചതെന്നും ഇരുവരും നിരീക്ഷിച്ചു. തുടർന്ന് നടപടിക്ക് ശുപാർശ ചെയ്തുള്ള 1.5 പേജുള്ള കുറിപ്പ് വ്യാഴാഴ്ച രാവിലെ തയ്യാറാക്കിയ രമേശ് ചെന്നിത്തല അത് മുഖ്യമന്ത്രിക്ക് കൈമാറുകയായിരുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെതിരായ നടപടിയിൽ തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രി VD സതീശൻ അത് അംഗീകരിച്ച് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടു. പിണറായി വിജയന്റെ ആഭ്യന്തര ഭരണം പോലീസിനുള്ളിൽ സജീവമാക്കി നിർത്താൻ ശ്രമിച്ച വലങ്കൈ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ തലപ്പത്തു നിന്ന് സസ്പെൻഷനിലൂടെ പുറത്തേക്ക് പോകുന്നത്. ഉന്നത സ്ഥാപനങ്ങളിലിരുന്ന് ഭരണഘടനയ്ക്കും നിയമത്തിനും നിരക്കാത്ത രീതിയിൽ വഴിവിട്ട് പ്രവർത്തിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും ഉള്ള കനത്ത മുന്നറിയിപ്പാണ് അജിത് കുമാറിന്റെ ഈ ഒരു വീഴ്ച. സേവനത്തിൽ നിഷ്പക്ഷത പാലിക്കാതെയും രാജാവിനേക്കാൾ വലിയ ഭക്തി കാണിച്ചും കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ച ADGP MR അജിത് കുമാറിനെതിരെ കൈക്കൊണ്ട ഈ ഒരു സസ്പെൻഷൻ നടപടി സ്വാഗതാർഹമാണ്. നിയമവാഴ്ചയും സുതാര്യതയും ഉറപ്പുവരുത്താൻ ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്.